1988 ജയറാം സിനിമാ രംഗത്തോട്ട് വരുന്നത്. അവിടുന്ന് അങ്ങോട്ട് 89, 90 മുതൽ 93 എന്ന വർഷം വരെയൊക്കെ മലയാളത്തിൽ ഒരു വർഷം ഒരുപാട് സിനിമകൾ, ഏകദേശം 10ഓളം സിനിമകളൊക്കെ 93-ലൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് അദ്ദേഹം തമിഴിലോട്ട് ചേക്കേറുന്നത്. 93-ൽ അദ്ദേഹത്തിൻ്റെ തമിഴിൽ ആദ്യത്തെ സിനിമയൊക്കെ പുറത്തിറങ്ങുന്നു. 94 എന്നൊരു വർഷമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ സിനിമകളുടെ എണ്ണം കുറച്ച് തമിഴിലും കൂടി, പിന്നെ മലയാളവും തമിഴും ഒരുപോലെ അദ്ദേഹം കൊണ്ടു നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 94 എന്ന വർഷം, ആ വർഷത്തെ ജയറാമിൻ്റെ മലയാളത്തിലെയും തമിഴിലെയും സിനിമകളെ കുറിച്ചാണ്. 94 മലയാളത്തിൽ 3 സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സിനിമ CID ഉണ്ണികൃഷ്ണൻ. രാജസേനൻ ജയറാം കൂട്ടുകെട്ട്, 91-ലെ കടിഞ്ഞൂൽ കല്യാണം, പിന്നീട് അയലത്ത് അദ്ദേഹം, അവിടെ മുതൽ 93 എത്തിക്കഴിഞ്ഞപ്പോൾ മേലെപ്പറമ്പിലാണ് വീട്. ഒരു ബ്ലോക്ക് ബസ്റ്ററായി ജയറാമിൻ്റെ തന്നെ കരിയർ മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതേ ടീമിൻ്റെ സിനിമ, അത് കഴിഞ്ഞിട്ട് രാജസേനൻ പ്ലാൻ ചെയ്തൊരു സിനിമ. ശരിക്കും അത് ഒരു മൾട്ടി സ്റ്റാർ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മേലെപ്പറമ്പിൽ ജയറാം ആണ് ഹീറോ, ബാക്കി ചേട്ടന്മാരും അച്ഛനും അമ്മാവനും ഒക്കെ ഉണ്ടെങ്കിലും ഹീറോ ജയറാമാണ്. ഇതിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 3 ഹീറോസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ 3 പേരാണ് ജയറാമും മണിപിള്ള രാജുവും ജഗതി ശ്രീകുമാറും. ഇവർക്കൊക്കെ നായികമാരും ഉണ്ട്. പക്ഷേ ടൈറ്റിൽ റോൾ ജയറാം തന്നെയാണ്. CID ഉണ്ണികൃഷ്ണൻ BAP. ആ ഒരു സിനിമ 94 വിഷുവിനോടനുബന്ധിച്ചാണ് തിയേറ്ററിൽ ഇറങ്ങിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ സിനിമയൊക്കെ കാണാൻ പോയത്. തൃശ്ശൂർ ജോസ് തിയേറ്ററിലായിരുന്നു സിനിമ. അന്ന് ഈ പറയുന്ന CID ഉണ്ണികൃഷ്ണനും കമ്മീഷണറും കാശ്മീരവും ഒരുപാട് സിനിമകൾ അന്ന് കാബൂളിവാലയൊക്കെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 2 തവണ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അതൊക്കെ ചെറിയ കുട്ടിയാണ്. അന്ന് ആദ്യം CID ഉണ്ണികൃഷ്ണൻ കണ്ടു, പിന്നെ ഒരിക്കൽ തേന്മാവിൽ കൊമ്പത്തെ സിനിമ സ്വപ്ന തിയേറ്ററിലായിരുന്നു. അത് കാണാൻ വേണ്ടി പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ വീണ്ടും ഈ സിനിമയ്ക്ക് തന്നെ അന്ന് എല്ലാവരും കൂടി പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും CID ഉണ്ണികൃഷ്ണൻ മേലേപ്പറമ്പിലാണ് വീട് പോലെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ അല്ലായിരുന്നു, പക്ഷെ അതൊരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടുന്ന ഒരു സിനിമയായിരുന്നു. ശരിക്കും ആ സിനിമയിൽ മുകേഷ് അഭിനയിക്കേണ്ടതായിരുന്നു. മുകേഷിന് അന്ന് അതിൽ ആ ഒരു രണ്ടാമത്തെ മണിപിള്ള രാജു ചെയ്ത വേഷത്തിലോട്ട് അന്ന് രാജസേനൻ വിളിച്ചതാണ്. പക്ഷെ മുകേഷ് അന്ന് നായക തുല്യമായിട്ടുള്ള റോളുകളൊക്കെ ചെയ്തുകൊണ്ടാവാം ജയറാമിൻ്റെ കൂടെ ഒരു കൂട്ടക്കളി എന്തോ മുകേഷ് അന്നത് ചെയ്തില്ല. പകരം ആ റോളിലോട്ടാണ് മണിപിള്ള രാജു വരുന്നത്. ജഗതി ശ്രീകുമാറിന്റെ ഉമ്മച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഇന്നും എനിക്ക് തോന്നുന്നു അന്ന് ജനിക്കാത്ത കുട്ടികൾ വരെ ഇന്ന് ആ ഒരു സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ കാണുന്നതായിരിക്കും. മറ്റൊരു സിനിമ വധു ഡോക്ടറാണ്. പുതിയൊരു സംവിധായകനായിരുന്നു KK ഹരിദാസ്. ആ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസ് ആയിരുന്നു. ശ്രീനിവാസൻ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. ജഗതി ശ്രീകുമാറിന്റെ KP എടുത്തിട്ടുണ്ട്. നാദിയ മൊയ്തു ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്തോട്ട് തിരിച്ചു വന്ന ഒരു സിനിമയായിരുന്നു വധു ഡോക്ടറാണ്. നല്ലൊരു സിനിമയായിരുന്നു. രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ്. രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വളരെ സുഖകരം. കൂടുതൽ സത്യനന്ദിക്കാടിന്റെ സിനിമകളിലാണ് കൂടുതൽ രഘുനാഥ് പലേരിയുടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സിനിമകളെന്ന് എനിക്ക് തോന്നുന്നു. സത്യനന്ദിക്കാടിന് വേണ്ടി എഴുതിയിട്ടുള്ള സിനിമകൾ. എന്തായാലും ഇതും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു ഈ വധു ഡോക്ടറാണ്. എനിക്കൂടി ഈ ഒരു സിനിമയുടെയൊക്കെ ഷൂട്ട് നടക്കുമ്പോഴേക്കാണ് ജയറാമും ലാൽ ജോസായിട്ടൊരു ബന്ധം ഉണ്ടാവുന്നതും ജയറാം ലാൽ ജോസിന് ഒരു ഡേറ്റ് കൊടുക്കുന്നത്. പിന്നീട് മറത്തൂർ കനിവ് ജയറാം ചെയ്യാനിരുന്നത് പിന്നീട് മാറി മറിഞ്ഞാണ് മമ്മൂട്ടിയിലേക്ക് എത്തിയത്. ഇത് കഴിഞ്ഞിട്ട് ജയറാമിന്റെ മറ്റൊരു സിനിമ സുദിനം. അതും ഒരു പുതിയ സംവിധാനമാണ് നിസാർ. നിസാർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. നിസാർ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ നിസാർ ലാൽ ജോസിനെയാണ് അസോസിയേറ്റ് ആയിട്ട് വിളിച്ചത്. സുദിനം വന്ന ഒരു ഹിറ്റ് സിനിമയല്ല. അതെനിക്ക് കുറച്ച് ഞാൻ കുറേ മുമ്പ് കണ്ടിട്ടുള്ള ഒരു സീരിയസ് മൂഡിലുള്ള ഒരു സിനിമയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിരുന്നു. മാധവി ഗാന്ധാരിയിലൂടെയൊക്കെ തിരിച്ചു വന്ന ഒരു സമയമായിരുന്നു. മാധവിയുടെ നല്ലൊരു വേഷം തന്നെയായിരുന്നു സുദിനം. പിന്നെ ദിലീപും സുധീഷാണ് അതിലും ഒരു നല്ല റോളുള്ളത്. ദിലീപ് അതിൽ ചെറിയൊരു വേഷം. ശരിക്കും അന്ന് ആ ഒരു വേഷത്തിലോട്ട് ലാൽ ജോസ് ദിലീപിനെ റെഫർ ചെയ്താണ്. കാരണം സുധീഷ് എന്ന തിരക്കാണ്, മണിച്ചിത്രത്താഴ് സിനിമയുടെ ഷൂട്ടിന്റെ തിരക്കായതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞാൽ ആ റോളിലോട്ട് ദിലീപിനെ പുഷ് ചെയ്തിട്ട് തള്ളി കയറ്റിയതൊക്കെയാണ്. പക്ഷെ വീണ്ടും സുധീഷ് അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മണിച്ചിത്രത്താഴിന്റെ ലൊക്കേഷൻ വന്നു. അതുകൊണ്ട് ദിലീപിന് അതിൽ ചെറിയൊരു വേഷം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ലാൽ ജോസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 3 സിനിമകളാണ് പ്രധാനമായിട്ടും മലയാളത്തിൽ. പിന്നെ തമിഴിൽ പോവുകയാണെങ്കിൽ തമിഴിൽ 93 നേരത്തെ പറഞ്ഞ അഭിനയിക്കുന്നത് ജയറാം തമിഴിലോട്ട് പോകുന്നത്. ഗോകുലം എന്ന വിക്രമിന്റെ ഒരു സിനിമയും പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞ KS രവികുമാറിന്റെ സിനിമയും. ഈ 2 സിനിമ ഇവിടെ തിരക്കതില്ലാതെ ഓടിയതാണ്, ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. ഇത് കണ്ടാണ് 93 3 സിനിമകൾ. അതിൽ ഒരു സിനിമ പ്രിയങ്ക. ആ സിനിമയുടെ പേരാണ് പ്രിയങ്ക. ദാമിനി എന്ന ഹിന്ദി സിനിമയുടെ റീമേക്കാണ്. അതിൽ മൾട്ടി സ്റ്റാർ പടമാണ്. ജയറാമും പ്രഭുവും രേവതിയൊക്കെയാണ്. ആ സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഓടിയ സിനിമയാണ്. രേവതിക്ക് കുറെ അവാർഡ്സ് ആ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ
മനസ്സ് രണ്ട് പുതുസ് എന്ന സിനിമ, അത് ജയറാമും ഖുഷ്ബും കൂടിയാണ്. ഇത് നമ്മുടെ മലയാളത്തിലെ സസ്നേഹത്തിന്റെ, എനിക്ക് തോന്നുന്നു 1990 സസ്നേഹം ഇറങ്ങുന്നത്. സസ്നേഹത്തിന്റെ റീമേക്കാണ്. പക്ഷേ ഈ സിനിമ, സസ്നേഹം ഇവിടെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമയും നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആ സിനിമ എന്തോ വിചാരിച്ച പോലെ അങ്ങ് ക്ലിക്ക് ആയില്ല. ജയറാം ഖുഷ്ബു കോംബോ ഒക്കെ അതിനൊരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വിചാരിച്ച പോലെ സിനിമ ക്ലിക്കായില്ല. പിന്നെ നില എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഒരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. ജയറാമും വിനീതയായിരുന്നു അതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ജയറാം ഇവിടെ മലയാളത്തിലും 3 ഹീറോ ആയിട്ട് സിനിമകൾ ചെയ്തു, തമിഴിലും ഹീറോ ആയിട്ട് 3 സിനിമകൾ. എനിക്ക് തോന്നുന്നു അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡേറ്റ് എങ്ങനെ ഇന്ന് നോക്കുമ്പോൾ പല സിനിമകളും അന്ന് അങ്ങനെ ഡേറ്റ് കൊടുത്തിട്ട്, ഈ ഒരു മലയാളത്തിൽ വേറൊരു ഹീറോയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. മമ്മൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി വല്ലപ്പോഴൊക്കെയാണ്. പക്ഷെ ജയറാമാണ് കുറച്ച് കൂടുതൽ സിനിമകൾ അവിടെ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ചെറിയ പടങ്ങളായതുകൊണ്ടും അങ്ങ് ഡേറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയതുകൊണ്ടായിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് സിനിമകൾ. എൻ്റെ ഫേവറേറ്റ് സിനിമ ഈ വർഷം ഇറങ്ങിയത്, ഞാൻ അന്ന് തിയേറ്ററിൽ പോയി കണ്ടത് CID ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. അത് ഡോക്ടറാണ് സുദിനവും ഒക്കെ. അതല്ലാതെ പിന്നീട് കാസറ്റ് എടുത്തിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞ തമിഴ് സിനിമകൾ എനിക്ക് ഓർമ്മയില്ല. ഗോകുലം പണ്ട് കണ്ടിട്ടുണ്ട്, മറ്റു സിനിമകളൊന്നും. ഗോകുലം 93 ഞാൻ പറയും, 94 ഇറങ്ങിയ ഈ 3 തമിഴ് സിനിമയും ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമകളൊക്കെ മലയാളമായാലും തമിഴായാലും തിയേറ്ററിൽ പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുക.